നടിയെ ആക്രമിച്ച കേസിലെ വിധി വന്നതിന് ശേഷം എസ്പെഷ്യലി ദിലീപിനെ കുറ്റക്കാരനല്ല എന്ന് പറഞ്ഞ് വിധി വന്നതിന് ശേഷം ഒരുപാട് സിനിമാക്കാർ ഇപ്പോൾ എയറിലാണ്. ഞാൻ നോക്കുമ്പോൾ ആസിഫ് അലി ആദ്യ ഒരു വട്ടം ഈ വിഷയത്തിൽ സംസാരിച്ച് ഏറിപ്പോയൊരു വ്യക്തിയാണ്. ഇപ്പോൾ വീണ്ടും ആസിഫ് അലിയുടെ ആ പഴയ സാധനങ്ങളൊക്കെ കുത്തിപ്പൊങ്ങി വന്നിരിക്കുകയാണ്. ഇന്നിപ്പോൾ ആസിഫ് അലി ഒരു റിയാക്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു പെർട്ടിക്കുലർ കാര്യം ചോദിച്ച സമയത്ത് വിധി വന്നു, എന്താണ് ഇപ്പോൾ നിങ്ങൾക്ക് പറയാനുള്ളതെന്ന് ചോദിച്ചപ്പോൾ അയാളുടെ അഭിപ്രായം പറഞ്ഞു. എനിക്ക് തോന്നുന്നു സിനിമാ ഫീൽഡിലൊരു 80% അല്ലെങ്കിൽ ഒരു 90% ആളുകളും ചെകുത്താൻ്റെയും കടലിൻ്റെയും നടുവിൽ എന്നുള്ള പറഞ്ഞ അവസ്ഥയായിരിക്കും. അവർക്ക് ഇപ്പോഴും പറയാൻ പറ്റുന്നില്ല ആരുടെ കൂടെ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ എന്താണെങ്കിലും നമുക്ക് നോക്കാം. കോടതി വിധിയെ ചോദ്യം ചെയ്യുന്നില്ല, അതിജീവിതയ്ക്ക് നീതി കിട്ടണം, ആസിഫ് അലി. ഓക്കെ, ഇത് കണ്ടതിന് ശേഷം ഞാൻ ആദ്യം കാണുന്നത് ഇന്ന് ഒരുപാട് പേജുകളിൽ ആസിഫ് അലിനെ ട്രോളി അടിച്ചുകൊണ്ട് ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു. ഒരു കാര്യം ചെയ്യാൻ അദ്ദേഹത്തിനെ പ്രേരിപ്പിച്ചത് അതെന്താണെന്ന് എനിക്കറിയില്ല, പക്ഷെ ചെയ്തത് എന്തായാലും തെളിയിക്കപ്പെട്ട സ്ഥിതിക്ക് അത് വളരെയധികം മോശമായി പോയി. ഒരിക്കലും ഒരു സ്ത്രീയോടും ഒരു പുരുഷൻ ചെയ്യാൻ പാടില്ലാത്തതാണ് ഇവിടെ നടന്നത്. ഏതെങ്കിലും കാരണവശാൽ ദിലീപ് പുറത്തിറങ്ങി സിനിമ പിടിക്കേണ്ട ഒരു അവസ്ഥ പ്രൊഡ്യൂസറുകളാണ്. ആസിഫ് അലി എന്ന് പറഞ്ഞ ഈ വ്യക്തിത്വം ദിലീപിനൊപ്പം അഭിനയിക്കുന്നു. എനിക്ക് മാനസികമായിട്ട് ഇത് തെളിയിക്കപ്പെട്ട നിലയ്ക്ക് മാനസികമായിട്ട് അദ്ദേഹത്തിന്റെ കൂടെ ഇനി ചേരാനോ അദ്ദേഹത്തിന് ഫേസ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. കാര്യം ഞാൻ പറഞ്ഞല്ലോ, എന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് ഇതിന്റെ വിക്ടിമായത്. ഞാൻ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ അത് അറസ്റ്റ് ചെയ്തു എന്നുള്ള ന്യൂസ് കേട്ടതിന്റെ റിയാക്ഷനാണ് അന്ന് അവിടെ കണ്ടത്. ഇത് ശരിക്കും ജെനുവിനായിട്ടുള്ള റിയാക്ഷനാണ്. ദിലീപേട്ടൻ പേഴ്സണലി അദ്ദേഹത്തിന്റെ പേര് വരരുതെന്ന് ഒരുപാട് ആഗ്രഹിച്ച ആളാണ് ഞാൻ. എനിക്ക് എന്റെ ഒരു വെൽവിഷർ കൂടെയാണ് അദ്ദേഹം. ഞാനത് എന്റെ അടുത്ത് ചോദിച്ചതിന് വളരെ കൃത്യമായിട്ടുള്ളൊരു മറുപടിയാണ് പറഞ്ഞത്. ഇന്നും ആ കേസ് തെളിയിക്കുന്നത് വരെ ദിലീപേട്ടന്റെ കൂടെ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളുടെ കൂടെ തന്നെയാണ് ഞാനും ഉള്ളത്. ഓക്കെ, ഇതാണ് ആ ഒരു ട്രോൾ വീഡിയോ. അതായത് അപ്പം നീ അങ്ങനെ പറഞ്ഞു, പിന്നെ നീ മാറ്റി പറഞ്ഞു എന്ന് പറഞ്ഞിട്ട്. ആക്ച്വലി 2017-11 ജൂലൈയിലാണ് ആദ്യം ഹൈദർ അലി റിപ്പോർട്ടറിലുള്ള സമയത്ത് ഹൈദർബായി പോയി ചോദിക്കുന്നത് എന്താണിപ്പോൾ സ്ഥിതി. കാരണം അന്ന് അമ്മ ജനറൽ ബോഡി അംഗം കൂടിയായിരുന്നു ആസിഫ് അലി, ഇഫ് ഐ എം നോട്ട് റോങ്, ഈ ദിലീപിനെ പുറത്താക്കുന്ന സമയത്ത്. സോ ആ ടൈമിൽ ഈ വിക്ടിം ആസിഫ് അലിയുടെ ക്ലോസ് ഫ്രണ്ടും കൂടിയാണെന്നുള്ളത് നമുക്കൊക്കെ അറിയാം. സോ ദിലീപ് ഒരേ ഫീൽഡിലുള്ള ഒരു കോ ആക്ടർ, ഒരു സീനിയർ ആക്ടർ. അപ്പോൾ ജനറൽ ബോഡി അംഗം കൂടി ആയതുകൊണ്ട് AMMയുടെ പുറത്താക്കൽ നടപടി അതിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ച സമയത്താണ്, അറസ്റ്റ് നടന്ന സമയത്താണ് പറഞ്ഞത് ആസിഫ് അലിക്ക് ഒപ്പം അഭിനയിക്കാൻ പ്രശ്നം കാണും, ഫേസ് ചെയ്യാനൊരു വിഷയം കാണും. കാരണം അത്രയും ക്ലോസ് ഫ്രണ്ടിനോട് ഇങ്ങനെ ഒരാൾ ചെയ്തു എന്ന് പറഞ്ഞാൽ ആ വ്യക്തിയുടെ കൂടെ പിന്നെ സഹകരിക്കുക. ഇതിലൊരു കാര്യം ഞാൻ പറയാം, അന്ന് ദിലീപിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയ സമയത്ത് എല്ലാവരും ഓൾമോസ്റ്റ് ഒരു 99% ആളുകളും ദിലീപിനെ നല്ല രീതിയിൽ കുത്തിയിട്ടുണ്ട്, എറിഞ്ഞിട്ടുണ്ട്. അപ്പം ഞാനടക്കം ഈ വിധി വരുന്ന സമയം വരെ നമ്മൾ കോടതി വിധി വന്നതിന് ശേഷമാണ് കോടതി വിധിയെ മാനിക്കുക എന്നുള്ള ഒരു കാര്യം നമ്മളെടുത്ത്. അത് ഇവിടുത്തെ നിയമമാണ്, അത് നമ്മൾ മാനിക്കണം. പക്ഷെ നമ്മുടെ മനസ്സിനകത്തുള്ള ചോദ്യങ്ങൾ സ്റ്റിൽ നമുക്ക് ചോദ്യമായിട്ട് കിടക്കും അല്ലേ. കോടതി പറഞ്ഞ് ഫ്രീ ആണ്, അല്ലെങ്കിൽ ഒരാൾ തെറ്റ് ചെയ്തില്ല എന്ന് പറയുമ്പോൾ പിന്നെ ആളെ പോയി ചൊറിയുന്നത് അതൊരു മാന്യതയല്ല. ഓക്കെ, കോടതി വിധി മാനിച്ച് ആ മാന്യത കീപ്പ് ചെയ്ത് പോകുക എന്നുള്ളത് നമ്മൾ കാണിക്കേണ്ടത് ഓരോരുത്തരുടെ പേഴ്സണൽ കാര്യമാണ്. പക്ഷെ ഞാൻ പറയുന്നത്, ഇയാളെ ആദ്യം അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയപ്പോൾ തന്നെ എല്ലാവരും പറഞ്ഞ് അടിച്ചിട്ടുണ്ട്. ആസിഫ് അലിക്ക് അന്ന് ആ ടൈമിൽ ആസിഫ് അലിയോട് എന്താ പറയുക, അയാളുടെ ഒരു ക്ലോസ് ഫ്രണ്ടും കൂടിയാണ് ഈ വിക്ടിം. അപ്പോൾ അയാൾക്ക് അതിൻ്റേതായിട്ടുള്ളൊരു ഇമോഷണൽ ഔട്ട് ബേസ്റ്റ് ഉണ്ടാവും. അയാൾ ആ ടൈമിൽ അതുകൊണ്ട് പറഞ്ഞ അയാൾ അതെടുത്ത് വെച്ച് കൊണ്ടുവന്ന് അപ്പം പറഞ്ഞില്ലേ, നീ ഇപ്പം പറഞ്ഞില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ആസിഫ് അലീനെ ആസിഫ് അലി അന്നേ അതിനൊരു റിപ്ലൈ കൊടുത്തതാണ്. അതായത് ആസിഫ് അലി അയാളെ എങ്ങനെ ഫേസ് ചെയ്യും എന്നുള്ളതാണ് ആസിഫ് അലി പറഞ്ഞതെന്നൊക്കെ പറഞ്ഞിട്ട് ആസിഫ് അലി അതിനൊരു റിപ്ലൈയും കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ചെറിയ ഭാഗമാണ് നേരത്തെ ആ ട്രോൾ വീഡിയോ കണ്ടത്. വേണമെങ്കിൽ ഞാൻ രണ്ടും കൂടി വെക്കാം ഇതിനകത്ത്. അപ്പോൾ എന്താണ് ഹൈദർബായിനോട് പറഞ്ഞതും അതിന് ശേഷം അതിനൊരു ക്ലാരിറ്റി കൊടുത്ത കാര്യം കൂടി ഞാൻ ഇതിനകത്ത് വെക്കാം. ഞാൻ ക്രൂരമായ പ്രവർത്തികൾ ആരിൽ നിന്നും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരാളല്ല. സാഹചര്യങ്ങളോ എന്തോ ആയിരിക്കാം ഇങ്ങനെ ഒരു തീരുമാനം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ അദ്ദേഹത്തിനെ പ്രേരിപ്പിച്ചത്. അതെന്താണെന്ന് എനിക്കറിയില്ല, പക്ഷെ ചെയ്തത് എന്തായാലും തെളിയിക്കപ്പെട്ട സ്ഥിതിക്ക് അത് വളരെയധികം മോശമായി പോയി. ഒരിക്കലും ഒരു സ്ത്രീയോടും ഒരു പുരുഷൻ ചെയ്യാൻ പാടില്ലാത്തതാണ് ഇവിടെ നടന്നത്. അതിന് ഒരു പുരുഷൻ എന്ന നിലയിൽ ഞാൻ വളരെയധികം ലജ്ജിക്കുന്നുണ്ട്. അത് ഞാൻ കൃത്യമായിട്ട് പറയുകയും ചെയ്തിട്ടുണ്ട്. ഏതെങ്കിലും കാരണവശാൽ ദിലീപ് പുറത്തിറങ്ങി സിനിമ പിടിക്കേണ്ട ഒരു അവസ്ഥ പ്രൊഡ്യൂസറുകളാണ്. ആസിഫ് അലി എന്ന് പറഞ്ഞ ഈ വ്യക്തിത്വം ദിലീപിനൊപ്പം അഭിനയിക്കുന്നു. എനിക്ക് മാനസികമായിട്ട് ഇത് തെളിയിക്കപ്പെട്ട നിലയ്ക്ക് മാനസികമായിട്ട് അദ്ദേഹത്തിന്റെ കൂടെ ഇനി ചേരാനോ അദ്ദേഹത്തിന് ഫേസ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്.
കാര്യം ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് ഇതിന് വിക്ടിമായത്. ആ 2 ദിവസത്തെ വിഷമം ഞാൻ നേരിട്ട് കണ്ടതാണ്. ഒരിക്കലും ഒരാൾക്കും വരരുത് എന്ന് ഞാൻ ആഗ്രഹിച്ചതാണ്. ഫേസ്ബുക്ക് ഉൾപ്പെടെയുള്ള സോഷ്യൽ മീഡിയയിൽ നിന്ന് ഞാൻ വിട്ടു നിൽക്കാൻ വരെ കാരണമുണ്ടായത് ആ വേദന ഞാൻ നേരിട്ട് അറിഞ്ഞതുകൊണ്ടാണ്. അമ്മയെ തല്ലിയാൽ 2 ഭാഗമുണ്ടെന്ന് നമ്മൾ വീണ്ടും കാണിച്ചതാണ്. കാര്യം അവൾ അനുഭവിച്ച വിഷമത്തിന് പല രീതിയിലും ആളുകൾ അഭിപ്രായങ്ങൾ പറഞ്ഞു. വീണ്ടും നമ്മുടെ സഹപ്രവർത്തകർ തന്നെ ഇതിനെതിരെ സംസാരിച്ചു. പല ആളുകളും തെറ്റായ വ്യാഖ്യാനങ്ങളുണ്ടായി. അപ്പോൾ അതെല്ലാം നേരിട്ട് അറിഞ്ഞ ആളാണ് ഞാൻ. അപ്പോൾ ഒരിക്കലും എനിക്ക് മാനസികമായിട്ട് ഇതിനോടൊരു സപ്പോർട്ട് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അത് ഏത് രീതിയിലാണ് വളച്ചൊടിച്ച് ആളുകൾ പല രീതിയിലുള്ള ഇൻ്റർപ്രിട്ടേഷൻ, ആ നീജിൻ്റെ കൂടെ ഞാൻ അഭിനയിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ ഓൺലൈൻ ലിങ്ക്സൊക്കെ ഞാൻ വരുന്നത് കണ്ടു. അപ്പം ഞാൻ പറഞ്ഞത് എന്താണെന്നുള്ള വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം ഷെയർ ചെയ്യുകയും ചെയ്തിരുന്നു. അതിൽ കൃത്യമായിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിച്ചതും അദ്ദേഹത്തിനെ ഫേസ് ചെയ്യാൻ, കാര്യം അദ്ദേഹവുമായിട്ട് വളരെ അടുത്ത് ബന്ധമുള്ള ഒരാളാണ് ഞാൻ. ഇങ്ങനൊരു കേസും ഇങ്ങനൊരു ആരോപണവും കഴിഞ്ഞ് വീണ്ടും അദ്ദേഹത്തിനെ ഫേസ് ചെയ്യാനുള്ളൊരു മടി എനിക്ക് എപ്പോഴും ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ അഭിനയിക്കില്ല എന്ന് പറഞ്ഞു. അറസ്റ്റ് രേഖപ്പെടുത്തി എന്ന് ന്യൂസിൽ കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യം വന്നത് അദ്ദേഹം തെറ്റുകാരനാണെന്നുള്ള ഒരു വിചാരമാണ് വന്നത്. അതാണ് ഞാൻ റിയാക്ട് ചെയ്തത്. പക്ഷേ തെറ്റ് ഇനിയും തെളിയിക്കേണ്ടിയിരിക്കുന്നു. അതിനുള്ള തെളിവുകൾ എടുത്ത് കോടതി ശിക്ഷ വിധിക്കുന്നു എന്നുള്ള ഒരു പ്രോസസ്സും കൂടെ ബാക്കിയുണ്ടെന്ന് ഞാൻ റിയലൈസ് ചെയ്തിരിക്കുന്നത് കൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. എനിക്ക് അദ്ദേഹത്തിനെ ഫേസ് ചെയ്യാനുള്ള മടി ഇനിയും ഉണ്ടാകും ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ അഭിനയിക്കുമ്പോൾ. അല്ലെങ്കിൽ ഒരിക്കലും അദ്ദേഹം ആയിരിക്കല്ലേ എന്ന് പ്രാർത്ഥിച്ച ആളുകളുടെ കൂട്ടത്തിലാണ് ഞാനും ഉള്ളത്. അപ്പോൾ അതാണെന്ന് അറിഞ്ഞപ്പോൾ എൻ്റെ ഇമ്മീഡിയറ്റ് റിയാക്ഷൻ ആയിരുന്നു അത്. ശിക്ഷ അല്ലെങ്കിൽ ആ തെറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഇല്ല എന്ന് തെളിയുന്നത് വരെ അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്യാനാണ് ഞാൻ എന്നും ആഗ്രഹിക്കുന്നതും. അതാണ് ഞാൻ ചെയ്തിട്ടുള്ളൂ. അത് തെളിയണ്ടേ, തെളിഞ്ഞു കഴിഞ്ഞിട്ടല്ലേ നമ്മൾ അദ്ദേഹം കുറ്റക്കാരനാണ് എന്ന്. കാര്യം നമ്മൾ ഇതിനു മുന്നേ കണ്ടിട്ടുണ്ട്, പലരുടെ പേര് ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് കഴിഞ്ഞ് അദ്ദേഹം അല്ല എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ കഴിയുമെങ്കിൽ ആ കുറ്റം തെളിയുന്നത് വരെ അദ്ദേഹത്തിന് നേരെയുള്ള ആക്രമണങ്ങൾ ഒഴിവാക്കണം എന്നാണ് ഞാൻ പറയുന്നത്. ഇത് ഒരിക്കലും ഞാൻ ഇത് എൻ്റെ നേരെ ഉണ്ടായ അല്ലെങ്കിൽ എന്നെ ഫേസ്ബുക്കിൽ മോശമായിട്ട് സംസാരിച്ചതിനെതിരെ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഞാൻ പറയുന്നതല്ല. എൻ്റെ മനസ്സിൽ ഞാൻ പറഞ്ഞതിൻ്റെ അകത്തൊരു ക്ലാരിറ്റി കുറവുണ്ടെന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു എക്സ്പ്ലനേഷൻ തരുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ആ ഒരു അപ്പോഴും പറഞ്ഞു നീ പിന്നത് മാറ്റി പറഞ്ഞു, നീ അന്നും അത് ഉടായിപ്പാ, നീ ഇപ്പോഴും ഉടായിപ്പാ എന്നുള്ളൊരു സാധനം വീണ്ടും ആസിഫ് അലിയുടെ നേരെ കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഇതിനകത്ത് ദിലീപുമായിട്ട് അത്രയും ക്ലോസ് ആയിട്ട് നിൽക്കുന്ന ആളുകൾ, ഈവൻ ക്ലോസ് ആയിട്ട് നിൽക്കുന്നവരിൽ തന്നെ പല ആളുകളും ദിലീപിനെ ഡൗട്ട് ചെയ്തിട്ടുണ്ട്, ദിലീപിനെതിരെ സംസാരിച്ചിട്ടുണ്ട്. ഇപ്പോൾ വിധി വന്നപ്പോഴല്ലേ കാര്യങ്ങൾ പിന്നെയും മാറി ചിന്തിക്കുന്നത് കുറച്ച്, അല്ലെങ്കിൽ വേറൊരു ആംഗിൾ ആരെങ്കിലും ചിന്തിക്കുന്നത്. ബട്ട് ഇനി വിധി വന്നാലും ഈ ടൈമിലും കോടതി വിധിയെ മാനിച്ചാൽ പോലും സ്റ്റിൽ എലമെൻറ്റ് ഓഫ് ഡൗട്ടില്ല. ഇപ്പോൾ എനിക്കുണ്ട്, സീരിയസ്ലി എനിക്ക് കംപ്ലീറ്റ്ലി ഇപ്പോൾ ആ സാധനം കോടതി വിധിയെ ഞാൻ മാനിക്കുന്നു വിത്ത് ഓൾ റെസ്പെക്ട്, പക്ഷെ ആ സാധനം കംപ്ലീറ്റ്ലി എടുക്കാൻ പറ്റില്ല. മനസ്സിലായി? അപ്പം അങ്ങനത്തെ ഉള്ള ആൾക്കാരുണ്ടാവും. അതിപ്പോൾ ഇവർ ഒരേ ഫീൽഡിലുള്ള ആൾക്കാരായതുകൊണ്ട് ഇപ്പോൾ അവർക്ക് തുറന്നു പറയാൻ പറ്റില്ല എന്നുള്ളത്. നേരത്തെ ചെകുത്താനി കടലിൽ നടുവ് കിടക്കുന്ന അവസ്ഥയിൽ പെട്ടവർ പലരും ഇതേപോലെ റിപ്ലൈ കൊടുക്കും ആസിഫ് അലീനെ പോലെ. മനസ്സിലായില്ല? ആസിഫ് അലി അല്ലാത്ത കാര്യത്തിലൊക്കെ വളരെ ക്ലിയർ കട്ടായിട്ടുള്ള ഒരു വ്യൂ പോയിൻ്റ്, ഒരു വേർഷനുള്ള ഒരാളാണ്. വളരെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു വ്യൂ പോയിൻ്റുള്ള ഒരു മനുഷ്യനാണ്. പല കാര്യങ്ങളും പല നടന്മാരും മിണ്ടാതിരിക്കുമ്പോൾ ആസിഫ് അലിയോ പൃഥ്വിരാജോ അങ്ങനെയുള്ളവരാണ് പറഞ്ഞിട്ടുള്ളത്, ഇവിടെ കാര്യങ്ങൾ സംസാരിച്ചിട്ടുള്ളത്. സോ അങ്ങനത്തെ ഒരു യങ് ബ്ലഡ് ആകുമ്പോൾ ആ ചങ്ങാതി അത് പറയാതിരിക്കുകയൊന്നുമില്ല. അങ്ങനെ പറഞ്ഞു വന്ന ഒരാളാണ് അയാൾ. ഓക്കെ, ഈ വിഷയത്തിൽ ബട്ട് സ്റ്റിൽ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോഴും നിങ്ങൾ ആലോചിച്ച് നോക്ക്, കോടതി ഫ്രീ ആക്കി ഒരാളെ വിടുന്നു. ഇതൊരു കൺഫ്യൂസ്ഡ് സ്റ്റേജിലല്ലേ ഈവൻ നമ്മളാണെങ്കിൽ പോലും, നാട്ടുകാരാണെങ്കിൽ പോലും. പിന്നെ ഒരേ ഫീൽഡിലുള്ളവരെ കുറിച്ച് പറയേണ്ട കാര്യമുണ്ടോ? ഇന്ന് ആസിഫ് അലി പറഞ്ഞ കാര്യങ്ങൾ അല്ല, വിധി എന്താണെങ്കിലും കോടതി വിധിയാണ്. കോടതി വിധിയെ പറ്റി അഭിപ്രായം പറയുന്നതും അല്ലെങ്കിൽ എന്റെ അഭിപ്രായം പറയുന്നതിനോടും എത്രത്തോളം എന്താ പറയാ, എത്ര പ്രസക്തി ഉണ്ടെന്ന് എനിക്കറിയില്ല. എങ്കിലും കോടതി വിധി സ്വീകരിക്കുക എന്നുള്ളതാണ്. പറഞ്ഞാൽ ഈ അവസരത്തിൽ എനിക്കത് അറിയില്ല എന്ത് പറയണം എന്നുള്ളത്. പക്ഷെ കോടതി വിധിയെ തീർച്ചയായിട്ടും മാനിക്കുന്നു. അതിനെപ്പറ്റി അഭിപ്രായം പറയുന്നത് കോടതി നിന്നയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കോടതിക്ക് ശിക്ഷിക്കപ്പെടണം എന്ന് കോടതി മനസ്സിലാക്കിയവരെല്ലാവരും ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ഇതിൽ ആസിഫ് അലി ക്ലിയർ അല്ലേ? അതായത് കോടതി വിധി 6 പേരെ ശിക്ഷിച്ചു, ബാക്കിയുള്ളവരെ വെറുതെ വിട്ടു. 6 പേരെ ശിക്ഷിക്കാതെ ദിലീപിനെ മാത്രം ശിക്ഷിച്ചിരുന്നെങ്കിൽ ഇരയ്ക്ക് നീതി ലഭിക്കൂ? ഞാൻ കഴിഞ്ഞ 1-2 വീഡിയോയിൽ ചോദിക്കുന്ന സെയിം ക്വസ്റ്റ്യനാണ്. 6 പേരെ ശിക്ഷിച്ചു എന്നുള്ളത് ഒരു വിധിയാണ്. ഓക്കെ, 6 പേര് ആ കുറ്റകൃത്യം ചെയ്തു, ആരവരെ കൊണ്ട് ചെയ്യിച്ചു എന്നുള്ള ഒരു പോർഷനിലാണ് ദിലീപ് വരുന്നത്. മനസ്സിലായോ? ആ പോർഷനിലേക്ക് എത്തുമ്പോൾ ദിലീപ് അല്ല എന്നാണ് കോടതി പറയുന്നത്. ഇനിയിപ്പോൾ ദിലീപിനെ മാത്രം ശിക്ഷിച്ച് ബാക്കിയുള്ളവർക്ക് വെറുതെ വിട്ട് കഴിഞ്ഞാൽ അവിടുത്തെ ഈ പ്രശ്നം തീരൂ, ഇരയ്ക്ക് നീതി ലഭിക്കൂ? അപ്പോൾ ആ പോയിന്റിലാണ് എല്ലാവരും കോടതി വിധി മാനിക്കുന്നതും
ഓക്കെ, ഇനി ഫർദർ ആയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഹൈക്കോർട്ടും സുപ്രീം കോർട്ടും ഉണ്ട്, പോകുന്നുണ്ട് അങ്ങോട്ട്, പോട്ടെ, അവിടെ നിന്നും കൂടി വരട്ടെ. മനസ്സിലായില്ലേ? ഇവിടെ ഒരുപാട് സംശയങ്ങളുണ്ട്, ഒരുപാട് സംശയങ്ങളുണ്ട്. അതിനൊക്കെ ഒരു ഉത്തരം ഹൈക്കോടതിയിൽ നിന്ന് സുപ്രീം കോടതിയിൽ നിന്ന് കിട്ടുകയാണെങ്കിൽ ഓക്കെ ഫൈൻ. മനസ്സിലായില്ലേ? അതുവരെ ഈ വിധിയാണല്ലോ, ഇത് വെച്ച് മുന്നോട്ട് പോകുക അല്ലെങ്കിൽ ഇത് വെച്ച് ചിന്തിക്കുക, അല്ലാതെ വേറെ വഴിയില്ല. അത് ആസിഫ് അലിക്ക് അത്രേ പറയാൻ പറ്റൂ, അല്ലെങ്കിൽ ആ പറഞ്ഞ കാര്യം വളരെ ക്ലിയറാണ്. മനസ്സിലായില്ലേ? പിന്നെ ഏത് സമയത്തും അതിജീവിതരോടൊപ്പം തന്നെയാണ്. തീർച്ചയായും പിന്തുണയുണ്ട്. ഇപ്പം ശിക്ഷയെക്കുറിച്ചോ അല്ലെങ്കിൽ വിധിയെക്കുറിച്ചോ ഒന്നും അഭിപ്രായം പറയാനുള്ള ആളല്ല ഞാൻ. തീർച്ചയായിട്ടും ഇല്ല, സംസാരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഞാനും യാത്രയിലായിരുന്നു, നേരെ തൊടുപുഴയിലേക്ക് വരുമായിരുന്നു. ഇല്ല, ആരും പ്രതികരിച്ചിട്ടില്ല. അപ്പൊ തീർച്ചയായിട്ടും അവരുടെ പ്രതികരണം നേരിട്ട് തന്നെ അറിയിക്കുന്നതായിരിക്കും. ഞാൻ എന്നിലൂടെ പറയുന്നതിനേക്കാൾ നല്ലതായിരിക്കും. എല്ലാവരും വളരെ കരുതലോടെ പ്രതികരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വിഷയം കൂടിയാണ്. നമുക്കറിയാം, വ്യാഖ്യാനിക്കപ്പെടാൻ ഒരുപാട് സാധ്യതകളുള്ള ഒരു ടോപ്പിക്കുമാണ്, ഒരു കേസുമാണ്. അതുകൊണ്ട് നമ്മൾ പറയുന്നത് വളരെ മനസ്സിലാക്കി കൃത്യതയോടെ തന്നെ പറയണം. അപ്പോൾ പല സമയത്തും പല അഭിപ്രായങ്ങൾ പറഞ്ഞത് വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുണ്ട്. അത് പല രീതിയിലും ഓൺലൈൻ സോഷ്യൽ മീഡിയ അറ്റാക്കുകളിലേക്കൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ അതിനോടൊന്നും താല്പര്യമില്ല. അപ്പോൾ എന്താണോ പറയാനുള്ളത് എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കി കൃത്യമായ ക്ലാരിറ്റിയോട് കൂടി പറയാന്നുള്ളതാണ്. ഹയർ അപ്പീൽ സർക്കാർ പോകുന്നുണ്ട്. അപ്പോൾ അതിനർത്ഥം പൂർണ്ണമായ നീതി ലഭ്യമായിട്ടില്ല എന്നൊരു റീഡിംഗ് ആ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നത് കൊണ്ടായിരിക്കില്ലേ സർക്കാർ ഇപ്പോൾ ഹയർ അപ്പീൽ പോകാൻ തീരുമാനിക്കുന്നത്? ആയിരിക്കാം. തിരിച്ചുവരവ്, സിനിമയിലേക്കുള്ള തിരിച്ചുവരവിനുള്ള ഒരുക്കങ്ങൾ നടക്കുകയാണ്. ഇപ്പോൾ പ്രൊഡ്യൂസേഴ്സിന്റെ അസോസിയേഷനിലേക്ക് തിരിച്ചെടുക്കാനുള്ള വരുന്നു, അമ്മയിലേക്ക് എടുക്കുന്ന സൂചനകൾ വരുന്നു. എങ്ങനെയാണ് അതിനെ കാണുന്നത് ഈ തിരിച്ചുവരവ്? ആരോപിതനായ സമയത്ത് അദ്ദേഹത്തിന് പുറത്താക്കിയിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലൊരു കോടതി വിധി വരുമ്പോൾ അതിനെ വേണ്ട രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യുക എന്നുള്ളതല്ലേ എല്ലാ സംഘടനകളും ചെയ്യേണ്ടത്. അപ്പോൾ ഏകപക്ഷമായ ഒരു തീരുമാനം ആർക്കെതിരെയും എടുത്തിട്ടില്ല. അതിജീവിതയ്ക്ക് നീതി ലഭിക്കണം എന്നുള്ളതാണ്, ആര് ശിക്ഷിക്കപ്പെടണം എന്നുള്ളതിലല്ല. എൻ്റെ സഹപ്രവർത്തകയാണ്, എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്. അപ്പോൾ അവർക്ക് അങ്ങനെ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനിപ്പോൾ എന്ത് പകരം കൊടുത്താലും മതിയാവില്ല, എങ്കിലും അതിന് കൃത്യമായ ഒരു നീതി ലഭിക്കണം എന്ന് മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നു. അതിനൊരു അഭിപ്രായം ഞാൻ പറഞ്ഞാൽ കോടതി നിന്നയായി പോകും. കാര്യം കോടതി വിധിച്ചതിനെ പറ്റിയിട്ട് ഞാനൊരു കമന്റ് പറയുന്നത് ശരിയല്ല. അത് കോടതിക്ക് ശരിയെന്ന് തോന്നിയതാണ് കോടതി വിധിച്ചിരിക്കുന്നത്. അതിന് ഹയർ അപ്പീൽസിലേക്ക് പോകുന്നു. അപ്പൊ അതിന്റെ കാര്യങ്ങൾ വഴി അറിയാം. അധികാര കേന്ദ്രങ്ങളിലേക്കുള്ള ദിലീപിന്റെ തിരിച്ചുവരവ് എങ്ങനെയാണ്? അതിനെ പറ്റിയൊന്നും അഭിപ്രായം പറയാനുള്ള ആളല്ല ഞാൻ. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ക്ലിയർ ആയിട്ടുള്ള ഒരു ക്ലാരിറ്റി ഉള്ള സ്റ്റാൻഡ് വിത്ത് ഹിം, സ്റ്റാൻഡ് വിത്ത് ഹെർ എന്നുള്ളൊരു സാധനം പറയുക എന്നുള്ളത് ഭയങ്കര ഡിഫിക്കൽട്ടാണ് സിനിമ ഫീൽഡിലുള്ള പല ആളുകൾക്കും. ആസിഫ് അലി മാത്രമല്ല, മോഹൻലാൽ ആണെങ്കിലും മമ്മൂട്ടി ആണെങ്കിലും പറയാൻ വളരെ പാടുള്ള പണിയാണ്. പിന്നെ WCCയിലുള്ളവർ കൃത്യമായ സ്റ്റാൻഡ് അവരെടുത്തിട്ടുണ്ട്. സ്റ്റാൻഡ് വിത്ത് ഹെർ എന്ന് പറഞ്ഞൊരു സ്റ്റാൻഡ് അവരെടുത്തിട്ടുണ്ട്. അല്ലാത്ത പക്ഷം ഭയങ്കര സ്കീമുള്ള പരിപാടി എന്നുള്ളത് അത്യാവശ്യം കാണുന്ന ജനങ്ങളായ നമുക്കും അറിയാം. പിന്നെ നമ്മൾ ഇതിനടിയിൽ പോയി കമൻ്റ് ഇട്ടിട്ട് ആസിഫ് അലിനെ പിടിച്ച് ഏറെ കയറ്റിയിട്ട് എന്ത് കാര്യം? നീ പേട്ടൻ്റെ ആളാണോ? നിനക്കിപ്പോൾ നിൻ്റെ ഫ്രണ്ട് വലുതല്ലേ? ഇതൊന്നും ചോദിച്ചിട്ട് എന്ത് കാര്യം? അയാൾ ആ അമ്മയുടെ ജനറൽ ബോഡിയിലുള്ള സമയത്ത് അന്ന് ആ തീരുമാനങ്ങൾ പുറത്തറിയിക്കാനും അല്ലെങ്കിൽ അയാളുടെ ഫ്രണ്ടിന് പറ്റിയ കാര്യത്തിന് റിയാക്ട് ചെയ്യാനും ഉണ്ടായിരുന്നു. അയാൾ അത് ചെയ്തു. ലേറ്റർ ഓൺ അയാൾക്ക് മനസ്സിലായി. അന്ന് ഒരു പക്ഷേ ആസിഫ് അലി വിചാരിച്ചു കാണും അന്നത്തെ അറസ്റ്റ് അയാളെന്നെ കുറ്റം ചെയ്തതിന് തെളിഞ്ഞ് അറസ്റ്റ് ചെയ്തതാണ്, അല്ലെങ്കിൽ തെളിഞ്ഞു എന്നുള്ളത് വിചാരിച്ചിട്ടായിരിക്കും അന്നാ പറഞ്ഞത്. അത് അന്ന് തന്നെ അയാൾ മാറ്റി പറയും. ഇപ്പോൾ പറയുന്നത് കേട്ടില്ലേ, കുറേ ഇൻ്റർപ്രിട്ടേഷൻസ് വന്നതാണ് സോഷ്യൽ മീഡിയയിൽ പണ്ട്. ഇനി വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അത്ര കെയർഫുള്ളായിട്ട് സംസാരിക്കും. ഈ വിഷയം അങ്ങനെ കെയർഫുള്ളായി സംസാരിക്കേണ്ട വിഷയമാണ്. അതായത് വളരെ കെയർഫുള്ളായിട്ട് സംസാരിച്ചു ഇപ്പോൾ. ഓക്കെ, പിന്നെ ഒരു സംഘടന എന്ന് പറയുമ്പോൾ ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഞാനിപ്പോൾ ഒരു സംഘടനയിലുള്ളതുകൊണ്ട് എനിക്ക് നന്നായിട്ട് അറിയാം എന്താ അവസ്ഥ എന്നുള്ളത്. പുറത്താക്കിയ ആൾക്കാരെ ചിലപ്പോൾ അകത്താക്കി എടുക്കേണ്ടി വരും, കേസ് മാറി തിരിച്ചെടുക്കേണ്ട ഒരവസ്ഥ വരും. അതൊക്കെ അങ്ങനെയാണ്. അപ്പോൾ പിന്നെ ഇതിൽ പിന്നെ ആസിഫ് അലീനെ പിടിച്ച് ഇനിയിപ്പോൾ ഏറെ കയറ്റിയിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ആസിഫ് അലീനെ പോയിട്ട് 10 ഫാൻസ് പോയി തെറി വിളിച്ചിട്ടൊന്നും നോ യൂസ് ഗൈസ്. ഓക്കെ, അയാൾക്ക് പറയാനുള്ള അയാൾ കൃത്യമായിട്ട് പറഞ്ഞു. അന്നത്തെ കാര്യം പറഞ്ഞാൽ അയാൾക്കൊരു മിസ്റ്റേക്ക് അന്ന് പറ്റി. അന്ന് അയാൾ അങ്ങനെ ഒരു എന്താ പറയുക, എടുത്ത് ചാടിയൊരു സാധനം അടിച്ചു കളഞ്ഞു. ഏത് മറ്റേ ഒരു വിധി വന്നു അല്ലെങ്കിൽ ഇയാളെന്നെ ഉറപ്പിച്ച് അടിച്ചു കളഞ്ഞു. പിന്നെ അയാൾക്കത് നെക്സ്റ്റ് ഡേ അയാൾക്ക് മാറ്റാൻ തോന്നി. അയാൾ ആ ഡേറ്റ് തന്നെ ഞാൻ പറഞ്ഞല്ലോ, ആ ഡേറ്റ് നോക്കിയാൽ മതി നിങ്ങൾ. ആദ്യം പറഞ്ഞത് 2017 11 ജൂലൈയിലും മാറ്റി പറഞ്ഞത് 2017 14 ജൂലൈയിലും. 3 ദിവസം കഴിഞ്ഞപ്പോഴാണ് മൂപ്പർക്ക് മനസ്സിലായത് അതായത് ഇത് പ്രതിയായിട്ട് അങ്ങോട്ട് അകത്ത് പോയതല്ല, ഇത് തെളിയണം കോടതിയിൽ നിന്ന്, പിന്നെ അതിൻ്റെ സാധനങ്ങൾ വരണം എന്നൊക്കെ ഉള്ളത് അങ്ങനെയാണ്. അപ്പോൾ അയാൾ പിന്നെ അത് പറഞ്ഞ് പിന്നെ അറിയാലോടെ പവർ പൊസിഷൻസ്